മലയാള സിനിമയിലെ താരങ്ങൾക്കും സംവിധായകർക്കും പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കുമെതിരെ ദിനംപ്രതി പീഡനക്കേസുകൾ കുന്നുകൂടി വരികയാണ്. ഇക്കണക്കിന് പോയാൽ ഒന്നൊന്നായി താരങ്ങൾ അഴിയെണ്ണുകയും കഠിന തടവുൾപ്പെടെ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും. അഭ്രപാളികളിൽ നമ്മളെ കോൾമേർ കൊള്ളിച്ചും പോലീസ് വേഷങ്ങളിലൂടെയും കോടതി മുറികളിലെ ന്യായാധിപന്മാരായുമൊക്കെ നമ്മളെ കോരിത്തരിപ്പിച്ച നായക നടന്മാർ യഥാർത്ഥ ജീവിതത്തിൽ പോലീസ് സ്റ്റേഷനുകളിലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മണിക്കൂറുകൾ നീളുന്ന ചോദ്യം ചെയ്യലിലും ഒറിജിനൽ കോടതി മുറികളിലെ യഥാർത്ഥ ന്യായാധിപന്മാരുടെ മുന്നിലുമൊക്കെ വിയർത്തും വെള്ളം കുടിച്ചും ക്ഷീണിക്കുന്നതും പ്രേക്ഷകർ കാണേണ്ടി വരും. ഇതുവരെ മാത്രം 20ഓളം കേസുകളാണ് നടന്മാർക്കെതിരെ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 3 പ്രമുഖ നടന്മാർക്കെതിരെയുള്ള കുറ്റം തെളിയുകയാണെങ്കിൽ ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. നടനും MLAയുമായ മുകേഷിനെതിരെ കൊച്ചി മരടിലെ വില്ലയിൽ എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്നും ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നുമുള്ള ആരോപണത്തിന്മേൽ പീഡനക്കുറ്റം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ച് കടക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ആംഗ്യം കാണിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇവയിലെല്ലാം കുറ്റം തെളിയുകയാണെങ്കിൽ നടന് ജീവപര്യന്തം തടവ് അനുഭവിക്കേണ്ടി വരും. ആദ്യ 2 കുറ്റങ്ങളിൽ ജാമ്യവും ലഭിക്കില്ല. ആദ്യ 2 കുറ്റങ്ങളിൽ 10ഉം 5ഉം വർഷം വീതം തടവിനും പിഴയ്ക്കും സാധ്യതയുണ്ട്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്നും 1 മണിക്കൂർ നേരം മുറിക്കുള്ളിൽ പൂട്ടിയിട്ടെന്നുമുള്ള ആരോപണത്തിന്മേലാണ് നടൻ സിദ്ദിഖിനെതിരെ കുറ്റം ചുമത്തിയിട്ടുള്ളത്. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് നടനെതിരെയുള്ളത്. കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ നടന് ജീവപര്യന്തം വരെ തടവ് ലഭിക്കാം. 2ാമത്തെ കുറ്റത്തിന്മേൽ 5 വർഷം തടവും ലഭിക്കാം. ജാമ്യമില്ലാ കുറ്റമാണ് നടനെതിരെ ചുമത്തിയിട്ടുള്ളത്. അമ്മയിൽ അംഗത്വം നേടാനായി വിളിച്ചപ്പോൾ അപേക്ഷ പൂരിപ്പിക്കാനായി ഫ്ളാറ്റിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു, അപേക്ഷ പൂരിപ്പിക്കുമ്പോൾ കഴുത്തിൽ ചുംബിച്ചു എന്നീ ആരോപണങ്ങളാണ് നടൻ ഇടവേള ബാബുവിനെതിരായുള്ളത്. പീഡനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകളാണ് നടനെതിരെ ചുമത്തിയിട്ടുള്ളത്. കുറ്റം തെളിഞ്ഞാൽ 15 വർഷം വരെ തടവും പിഴയും ഒടുക്കേണ്ടി വരും. ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. ഷൂട്ടിങ്ങിനിടെ കടന്നു പിടിച്ചെന്നും ലൈംഗികമായി ഉപദ്രവിച്ചെന്നുമുള്ള ആരോപണമാണ് നടൻ ജയസൂര്യക്കെതിരെയുള്ളത്. സ്ത്രീയെ ബലപ്രയോഗത്തിൽ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു, സ്ത്രീയുടെ മാന്യതയെ അപമാനിച്ചു എന്നീ വകുപ്പുകളാണ് നടനെതിരെ ചുമത്തിയിട്ടുള്ളത്. കുറ്റം തെളിഞ്ഞാൽ 10 വർഷം വരെ തടവ് ലഭിക്കും. ആദ്യ കുറ്റത്തിന് 7 വർഷം തടവും 2ാമത്തെ കുറ്റത്തിന് 3 വർഷം വരെ തടവും ലഭിക്കാം. ആദ്യ കുറ്റത്തിന് ജാമ്യം ലഭിക്കില്ല. മോശം രീതിയിൽ സംസാരിച്ചെന്ന ആരോപണത്തിന്മേലാണ് നടൻ സുധീഷിനെതിരെ കുറ്റം ചുമത്തിയിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയോടെ സംസാരിക്കൽ എന്നീ വകുപ്പുകളിലാണ് നടനെതിരെ കേസെടുത്തിട്ടുള്ളത്. തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഒപ്പം പിഴയും ഒടുക്കേണ്ടി വരും. 2ാമത്തെ വകുപ്പിൽ ജാമ്യം ലഭിക്കാം. ഒരുമിച്ച് കാറിൽ സഞ്ചരിക്കുമ്പോൾ അശ്ലീല ചുവയോടെ സംസാരിച്ചു, മോശം താല്പര്യത്തോടെ മുറിയുടെ വാതിലിൽ മുട്ടി എന്നീ ആരോപണങ്ങളാണ് നടൻ മണിയൻപിള്ള രാജുവിനെതിരെയുള്ളത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, സ്ത്രീകൾക്ക് അവമതിപ്പുണ്ടാക്കുക, കടന്നു കയറി പെരുമാറുക എന്നീ വകുപ്പുകളാണ് നടനെതിരെ ചുമത്തിയിട്ടുള്ളത്. 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. കുറ്റം തെളിഞ്ഞാൽ നടന് തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. സിനിമയിൽ അഭിനയിക്കാൻ ബംഗാളി നടിയെ വിളിച്ചു വരുത്തി ഹോട്ടൽ മുറിയിൽ അതിരുവിട്ട് പെരുമാറി എന്ന ആരോപണത്തിന്മേലാണ് സംവിധായകനും നടനുമായ രഞ്ജിത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ വകുപ്പിന്മേൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. കുറ്റം തെളിയിക്കപ്പെട്ടാൽ ജാമ്യം ലഭിക്കില്ലെന്ന് മാത്രമല്ല തടവും അനുഭവിക്കേണ്ടി വരും. രഞ്ജിത്തിനെതിരെ മറ്റൊരു യുവാവിന്റെ പരാതിയിന്മേൽ പ്രകൃതി വിരുദ്ധ പീഡനത്തിന്മേലും കേസെടുത്തിട്ടുണ്ട്. ഹോട്ടലിൽ കഥ കേൾക്കാൻ വിളിപ്പിച്ച ശേഷം കഥ പറയുന്നതിനിടെ പിന്നിൽ നിന്ന് ആലിംഗനം ചെയ്തെന്ന ആരോപണത്തിന്മേലാണ് സംവിധായകനും നടനുമായ VK പ്രകാശിനെതിരെ കേസെടുത്തിട്ടുള്ളത്. പ്രത്യേക താല്പര്യത്തോടെ സ്ത്രീയെ സമീപിക്കൽ വകുപ്പിന്മേലാണ് കുറ്റം ചുമത്തിയിട്ടുള്ളത്. കുറ്റം തെളിഞ്ഞാൽ 3 വർഷം വരെ തടവും പിഴയും അനുഭവിക്കേണ്ടി വരും. ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. സെറ്റിൽ നിന്ന് കാറിൽ മടങ്ങുമ്പോൾ കടന്നു പിടിച്ചെന്ന ആരോപണത്തിന്മേലാണ് പ്രൊഡക്ഷൻ കൺട്രോളറായ നോബിളിനെതിരെ കേസെടുത്തിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന വകുപ്പിൽ കുറ്റം തെളിഞ്ഞാൽ 5 വർഷം വരെ തടവും പിഴയും അനുഭവിക്കേണ്ടി വരും. ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് നോബിളിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഫോണിൽ അശ്ലീലം സംസാരിച്ചെന്ന ആരോപണത്തിന്മേലാണ് പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചുവിനെതിരെ കേസെടുത്തിട്ടുള്ളത്. സ്ത്രീകളുടെ മാന്യതയെയും അന്തസ്സിനെയും അവഹേളിച്ചെന്ന വകുപ്പിലാണ് വിച്ചുവിനെതിരെ കുറ്റം ചുമത്തിയിട്ടുള്ളത്.
കുറ്റം തെളിഞ്ഞാൽ 3 വർഷം വരെ തടവ് ലഭിക്കും. പിഴയും ഒടുക്കേണ്ടി വരും. ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. സഹായം വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന ആരോപണത്തിന്മേലാണ് ലോയേഴ്സ് കോൺഗ്രസ് ചെയർമാൻ VS ചന്ദ്രശേഖരനെതിരെ കേസെടുത്തിട്ടുള്ളത്. പീഡനക്കുറ്റമാണ് ചന്ദ്രശേഖരനെതിരെ ചുമത്തിയിട്ടുള്ളത്. കുറ്റം തെളിഞ്ഞാൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാനും സാധ്യതയുണ്ട്. പിഴയും ഒടുക്കേണ്ടി വരും. ജാമ്യമില്ലാ കുറ്റമാണ്. നിലവിലുള്ള ഈ കേസുകൾക്ക് പുറമെ വീണ്ടും പുതുതായി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ടെന്നുള്ളത് കുറ്റത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാനിടയാക്കും. പരേതനായ ഒരു പ്രമുഖ നടനെതിരെയും സംവിധായകനെതിരെയും മൊഴികൾ പുറത്തു വന്നിട്ടുമുണ്ട്. കൂടാതെ കാരവനുകൾക്കുള്ളിൽ ഒളിക്യാമറ വെച്ച് നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ടെന്ന ആരോപണവും പുറത്തു വന്നതോടെ കൂടുതൽ താരങ്ങൾ കേസിൽ ഉൾപ്പെടാനാണ് സാധ്യത. കേസിൽ ഉൾപ്പെട്ട മിക്ക താരങ്ങളും ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും പരാതിക്കാർ ഉറച്ചു നിന്നാൽ താരങ്ങൾ അഴി എണ്ണേണ്ടി വരുമെന്ന് ഉറപ്പാണ്.